ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ ചീഫ് മാനേജർ, സീനിയർ മാനേജർ, മാനേജർ, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ എന്നീ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട തീയതി 23/7/2025 മുതൽ 12/8/2025 വരെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിലും കമന്റ് ബോക്സിന്റെ അടുത്തുള്ള ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യത്തിലും ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഈ വിജ്ഞാപന പ്രകാരം 4 ഡിപ്പാർട്ട്മെന്റുകളെ 8 പൊസിഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിങ്. അതിന്റെ പൊസിഷൻസ് വരുന്നത് മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ്, സീനിയർ മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ്. മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് അതിന്റെ ഗ്രേഡ് ആൻഡ് സ്കെയിൽ MMG സ്കെയിൽ 2, വേക്കൻസി 7 ആണ്. SC 1, OBC 1, അൺറിസർവ് 5. സീനിയർ മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഗ്രേഡ് MMG സ്കെയിൽ S3, വേക്കൻസി 6 ആണ്. OBC 1, അൺറിസർവ്ഡ് 5. അടുത്തത് സെക്യൂരിറ്റി, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ സ്കെയിൽ ഗ്രേഡ് വരുന്നത് JMG സ്കെയിൽ S1, വേക്കൻസി 14, SC 2, ST 1, OBC 3, EWS 1, അൺറിസർവ്ഡ് 7. അടുത്തത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അത് 3 പൊസിഷൻസ് ഉണ്ട്. മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സീനിയർ മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ചീഫ് മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗ്രേഡ് ആൻഡ് സ്കെയിൽ വരുന്നത് MMG സ്കെയിൽ 2, വേക്കൻസി 4, OBCക്ക് 1, അൺറിസർവ്ഡ് 3. സീനിയർ മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗ്രേഡ് വരുന്നത് MMG സ്കെയിൽ 3, വേക്കൻസി 4, OBC 1, അൺറിസർവ്ഡ് 3. അടുത്ത ചീഫ് മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗ്രേഡ് വരുന്നത് SMG സ്കെയിൽ വരുന്നത് S4, വേക്കൻസി 2, അത് അൺറിസർവ്ഡ് ആണ്, 2 വേക്കൻസി. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി. 2 പൊസിഷനാണ്. മാനേജർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ്, സീനിയർ മാനേജർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ്. സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ് മാനേജർ ഗ്രേഡ് വരുന്നത് MMG സ്കെയിൽ 2, വേക്കൻസി 2, അത് അൺറിസർവ്ഡ് ആണ്, 2 വേക്കൻസി. സീനിയർ മാനേജർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ് ഗ്രേഡ് ആൻഡ് സ്കെയിൽ വരുന്നത് MMG സ്കെയിൽ S3, 2 വേക്കൻസി, 2 വേക്കൻസിയും അൺറിസർവ്ഡ് ആണ്. അടുത്ത പൊസിഷൻ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ നോക്കാം. ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് 1/7/2025 ആണ്. ഫസ്റ്റ് വൺ മാനേജ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഏജ് വരുന്നത് മിനിമം 24 വയസ്സ്, മാക്സിമം 34 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അതുമല്ലെങ്കിൽ MCA പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് വരുന്നത് 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ ടെക്നോളജി ഡൊമൈൻ നോളജ് റിലേറ്റഡ് ടു ഡിജിറ്റൽ ചാനൽസ്. അടുത്തത് സീനിയർ മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ്. പ്രായപരിധി വരുന്നത് മിനിമം 27 വയസ്സ്, മാക്സിമം 37 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അതുമല്ലെങ്കിൽ MCA പാസ്സായവർക്കും അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് മിനിമം 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ടെക്നോളജി ഡൊമൈൻ നോളജ് റിലേറ്റഡ് ടു ഡിജിറ്റൽ ചാനൽസ്. അടുത്തത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ. പ്രായപരിധി മിനിമം 22 വയസ്സ്, മാക്സിമം 35 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂരിൽ നിന്ന് BE ഫയർ, അല്ലെങ്കിൽ ഫയർ ടെക്നോളജി, അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിൽ 4 വർഷത്തെ BTech ഓർ BE. എക്സ്പീരിയൻസ് മിനിമം 1 വർഷം ഫയർ ഓഫീസറായി വർക്ക് ചെയ്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിൽ ഇനി ഒരു ഓപ്ഷനുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ഫുൾ ടൈം ബാച്ചുലർ ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ സ്റ്റേഷൻ ഓഫീസർ കോഴ്സ് ഫ്രം നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂരിൽ നിന്ന് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവർക്കുള്ള എക്സ്പീരിയൻസ് മിനിമം 3 വർഷത്തെ ഫയർ ഓഫീസറായി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. പ്രായപരിധി മിനിമം 24 വയസ്സ്, മാക്സിമം 34 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ BE ഓർ BTech. അതുമല്ലെങ്കിൽ ഫുൾ ടൈം MCA, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ MSc IT, അല്ലെങ്കിൽ MSc ഇൻ സൈബർ സെക്യൂരിറ്റി പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് IT ഫീൽഡിൽ 3 വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് സീനിയർ മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. പ്രായപരിധി മിനിമം 27 വയസ്സ്, മാക്സിമം 37 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BE ഓർ BTech.
അതുമല്ലെങ്കിൽ ഫുൾ ടൈം MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, അതുമല്ലെങ്കിൽ MSc IT അല്ലെങ്കിൽ MSc ഇൻ സൈബർ സെക്യൂരിറ്റി. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ CISSP അല്ലെങ്കിൽ CISSM അല്ലെങ്കിൽ CISA. എക്സ്പീരിയൻസ് IT ഫീൽഡിൽ 6 വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് ചീഫ് മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. പ്രായപരിധി മിനിമം 30 വയസ്സ്, മാക്സിമം 40 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ BE or BTech. അതുമല്ലെങ്കിൽ ഫുൾ ടൈം MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MSc IT അല്ലെങ്കിൽ MSc ഇൻ സൈബർ സെക്യൂരിറ്റി. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ CISSP അല്ലെങ്കിൽ CISM അല്ലെങ്കിൽ CISA. എക്സ്പീരിയൻസ് IT ഫീൽഡിൽ 9 വർഷത്തെ ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അടുത്തത് മാനേജർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ്. പ്രായപരിധി മിനിമം 24 വയസ്സ്, മാക്സിമം 36 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ BE or BTech. എക്സ്പീരിയൻസ് ടെക്നിക്കൽ ആൻഡ് ITയിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത സീനിയർ മാനേജർ സ്റ്റോറേജ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ബാക്കപ്പ്. പ്രായപരിധി മിനിമം 27 വയസ്സ്, മാക്സിമം 37 വയസ്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BE or BTech. പ്രിഫേർഡ് സർട്ടിഫിക്കേഷൻ ഇൻ സർട്ടിഫൈഡ് സ്റ്റോറേജ് നെറ്റ്വർക്കിംഗ് എക്സ്പെർട്ട് CSNE. എക്സ്പീരിയൻസ് ടെക്നിക്കൽ ആൻഡ് ITയിൽ മിനിമം 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് റിലാക്സേഷൻ നോക്കാം. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും, OBC നോൺ ക്രിമിനൽ വിഭാഗക്കാർക്ക് 3 വർഷവും, PWBD ജനറൽ EWS വിഭാഗക്കാർക്ക് 10 വർഷവും, PWBD OBC വിഭാഗക്കാർക്ക് 13 വർഷവും, PWBD SC/ST വിഭാഗക്കാർക്ക് 15 വർഷവും. അതുപോലെ എക്സ് സർവീസ്മാൻമാരിലെ ജനറൽ വിഭാഗത്തിന് EWS 5 വർഷവും, OBC വിഭാഗത്തിന് 8 വർഷവും, SC/ST വിഭാഗത്തിന് 10 വർഷവും പ്രായപരിധിയിൽ ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ EWS OBC വിഭാഗക്കാർക്ക് 850 രൂപയും പ്ലസ് ഗേറ്റ്വേ ചാർജും. SC/ST PWBD വനിതകൾക്കും 175 രൂപയും പ്ലസ് ഗേറ്റ്വേ ചാർജുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഇനി ശമ്പള സ്കെയിൽ നോക്കാം. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ 48,480 രൂപ മുതൽ 85,920 രൂപ വരെ. അടുത്തത് മാനേജർ 64,820 രൂപ മുതൽ 93,960 രൂപ വരെ. അടുത്തത് സീനിയർ മാനേജർ 85,920 രൂപ മുതൽ 1,05,280 രൂപ വരെ. അടുത്തത് ചീഫ് മാനേജർ 1,02,300 രൂപ മുതൽ 1,20,940 രൂപ വരെ. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സിബിൽ സ്കോർ 650-ന് മുകളിലായിരിക്കണം. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ ടെസ്റ്റ്, സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ ഇന്റർവ്യൂ എന്നിവയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഓൺലൈൻ ടെസ്റ്റിന്റെ സിലബസ് നോക്കാം. ഫസ്റ്റ് വൺ റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇതിന്റെ ടൈം ഡ്യൂറേഷൻ 75 മിനിറ്റ് ആണ്. അടുത്തത് പ്രൊഫഷണൽ നോളജ് 75 ക്വസ്റ്റ്യൻ 150 മാർക്ക്. അതിന് സെപ്പറേറ്റ് ആയിട്ട് 75 മിനിറ്റ് ആണ്. ഇതെല്ലാം ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിലാണ് ഇതിന്റെ ലാംഗ്വേജ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് 225 മാർക്ക് 150 മിനിറ്റ് ആണ് ഓൺലൈൻ എക്സാം വരുന്നത്. ഇന്ന് കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ട്. എറണാകുളമാണ് കേരളത്തിലെ എക്സാം സെന്റർ. ഇനി അപേക്ഷിക്കുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.bankofbaroda.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ നൽകുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബാങ്കിന്റെ മറ്റൊരു വെബ്സൈറ്റായ www.bankofbaroda.in/career.htm എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നൽകുന്നതിലുള്ള സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ദൂരീകരണം ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 12/8/2025 ആണ്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.